ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഫറോറ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ഹരീഷ്, വേദിയിലുള്ള പ്രിയപ്പെട്ട കുഞ്ഞിരാമേട്ടൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയിരിക്കുന്ന നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, രാവിലെ 10 മണിക്ക് ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ സംഘാടകരെ ഏൽപ്പിച്ചതായിരുന്നു. തീർത്തും ഔപചാരികമായിട്ടാണ് 2 പരിപാടികൾ ഇതിൻ്റെ ഈ ദിവസം തന്നെ ഇതേ സമയത്ത് പങ്കെടുക്കേണ്ടി വന്നു. ഒന്ന്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുകയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ നിർബന്ധമായി ഉണ്ടാവണമെന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ് അവിടെ പോവേണ്ടി വന്നത്. അപ്പോൾ തന്നെ ഞാൻ എന്നെ വിളിച്ച സംഘാടകരോട് പറഞ്ഞിരുന്നു, വന്ന നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം, ആവശ്യമായ ക്ലാസ്സും കാര്യങ്ങളും നടത്തണം. ഉദ്ഘാടനം എന്ന് പറയുന്നത് കേവലമായ ഒരു ചടങ്ങ് മാത്രമാണ്, ഏതെങ്കിലും സമയത്ത് വരുമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഇവിടെ എത്തുമ്പോൾ നമ്മുടെ മിഥുൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞിരാമേട്ടൻ്റെ ആശംസ കഴിഞ്ഞു പറഞ്ഞു, ഹരീഷിൻ്റെ അധ്യക്ഷ പ്രസംഗവും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരുപാട് പ്രോഡക്റ്റ് കാണുന്നുണ്ട്, എല്ലാത്തിനെയും പരിചയപ്പെടുത്താനുള്ള സാവകാശവും പ്രിയപ്പെട്ട മിഥുന് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണമില്ല ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി. നമ്മുടെ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് രോഗാതുരമായ ഒരു സമൂഹമായി മാറുന്നു എന്നുള്ളതാണ്. എവിടെ നോക്കിയാലും വിവിധങ്ങളായ രോഗങ്ങൾ ബാധിച്ചുകൊണ്ട്, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ പുതിയ തരം രോഗങ്ങൾ ഉൾപ്പെടെ ബാധിച്ചുകൊണ്ട് ജീവിത പ്രയാസം നേരിടുന്ന ഒരുപാട് പേരെക്കുറിച്ചാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിറന്നു വീണ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പോലും ശാരീരികമായ ബുദ്ധിമുട്ടുകളോടുകൂടി ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നാടുനീളെ സ്പെഷ്യൽ സ്കൂളുകൾ തുടങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ എണ്ണം കൂടുന്നു. ഇപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകാത്തതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വിവിധങ്ങളായ സവിശേഷതകളോട് കൂടിയിട്ടുള്ള ശിശുക്കൾ ജനിക്കുന്നത് എന്നുള്ളത് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ആയുർദൈർഘ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ആയുർദൈർഘ്യം, അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 74 വയസ്സായിട്ടാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കിൽ നമ്മൾ കണ്ടത്. ഉത്തർപ്രദേശ് എടുത്താൽ 59 വയസ്സാണ് ആയുർദൈർഘ്യം. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ 59 വയസ്സാകുമ്പോഴത്തേക്ക് മരിച്ചു പോകുന്നു. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. ആവശ്യത്തിന് പോഷകാഹാരം ലഭിക്കാത്തത്, രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അജ്ഞത, ഇതൊക്കെയാണ് ആയുർദൈർഘ്യം കുറഞ്ഞു വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന്, ആവശ്യത്തിന് ആരോഗ്യ കേന്ദ്രങ്ങളില്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആശുപത്രികളിലേക്ക് കാശ് കൊടുത്ത് ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം, ഒരു പനി വന്നാൽ ചുരുങ്ങിയത് 5000 രൂപ ചെലവഴിക്കപ്പെടുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്തുകൊണ്ട് ഒരു സാധാരണ കൊതുകിന് നമ്മളിങ്ങനെ ആക്രമിക്കാൻ കഴിയുന്നു? ഇനി ആക്രമിച്ചാലും പ്രതിരോധശേഷി നമുക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാലഘട്ടമാണിത്. സർക്കാരിൻ്റെ ആശുപത്രികളിലെ സൗകര്യങ്ങൾ കുറഞ്ഞതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച എന്തിലേക്ക് മാറ്റണം? ഒരാൾ പോലും ആശുപത്രിയിൽ പോകാത്തൊരു കാലമുണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ പോലും ആശുപത്രിയിലേക്ക് പോകാതിരിക്കുന്ന ഒരു കാലമുണ്ടായാൽ നമ്മുടെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും എന്തിനു വേണ്ടി ചെലവഴിക്കാൻ സാധിക്കും? ക്രിയാത്മകമായ, നമുക്ക് സന്തോഷം നൽകുന്ന മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ആശുപത്രികളിലേക്ക് പോകാത്ത ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി, അതാണ് ഇന്നിവിടെ ഇതിൻ്റെ സംഘാടകരും ആഗ്രഹിക്കുന്നത്. ഇവിടെ കുറേ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുന്നു, അതിൻ്റെ മേന്മയെക്കുറിച്ചൊക്കെ ബന്ധപ്പെട്ടവർ വിശദീകരിക്കും, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഏതായാലും നമ്മുടെ ആരോഗ്യം ഏറ്റവും മെച്ചപ്പെട്ടതായി മാറുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം തീർച്ചയായും ഉണ്ടാകും. അപ്പോൾ സന്തോഷം ലഭിക്കുക എന്നുള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടന ഒരു മനുഷ്യനോട് പറയുന്ന കാര്യം. അപ്പോൾ നമ്മുടെ സന്തോഷം മെച്ചപ്പെടുത്താൻ നമുക്ക് മെച്ചപ്പെട്ട ആരോഗ്യം വേണം.
മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടാൻ സാധിക്കും, മെച്ചപ്പെട്ട തൊഴിലെടുക്കാൻ സാധിക്കും, മെച്ചപ്പെട്ട വരുമാനം ലഭിക്കും. നല്ല വരുമാനം ലഭിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇവിടെ ഇവർ പറയുന്ന ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കാനും സാധിക്കും നമുക്ക്. അങ്ങനെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും മികച്ച ആരോഗ്യമുള്ളൊരു തലമുറയുണ്ടെങ്കിൽ നമുക്ക് ഈ കേരളത്തെയും ഈ രാജ്യത്തെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനുപകരിക്കുന്ന രീതിയിലാണ് ഈ ഹോം ഷോപ്പിംഗ് നടത്തുന്നവരുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ ധാരാളം കേട്ടിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്ലെറ്റ് മട്ടന്നൂർ നഗരസഭയിലെ നെടുവോട്ടുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. കുറച്ച് കാര്യങ്ങൾ കുറേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരുടെ ചില ഉൽപ്പന്നങ്ങൾ നമ്മുടെ ശരീരത്തിനും അതുപോലെ രോഗപ്രതിരോധത്തിനൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഏതായാലും തൊഴിൽ എന്ന് പറയുന്നത് സർക്കാർ നൽകുന്ന തൊഴിലല്ല, മറിച്ച് നമ്മൾ സ്വയം കണ്ടെത്തുന്ന തൊഴിലും ഏറ്റവും അഭിമാനമുള്ളതാണെന്ന് കണ്ടെത്തിയിട്ടുള്ളവരായിരിക്കും ഇതിൻ്റെ പിറകിൽ ഈ ഇത്തരത്തിലുള്ള ഹോം ഷോപ്പുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവരുടെ സംരംഭങ്ങളെ വിജയിപ്പിക്കുന്നതോടൊപ്പം അവരുടെ വരുമാനവും മെച്ചപ്പെടട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഹോം ഷോപ്പിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.